അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൈഫ ഹാലക്കും അഖ്ബാറക്കും അസാക്കും ഫി സിഹ വൽ ആഫിയ. ഇന്നത്തെ വീഡിയോയിൽ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങൾ ചോദിച്ച ആളുകൾക്ക് അവർക്ക് പേഴ്സണലായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്, കൊടുക്കാത്ത ആളുകളും ഉണ്ട്. ഏതായാലും ആ ചോദ്യങ്ങൾ ഒരു വീഡിയോ ആയി ചെയ്യുക എന്നത് നമ്മുടെ പതിവാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ അത്തരം ചോദ്യങ്ങളും അതിനുള്ള മറുപടികളും ഉൾപ്പെടുത്തുന്നത്. എല്ലാ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം അടുത്ത വീഡിയോയിൽ ബാക്കി ചോദ്യങ്ങളും അതിന് മറുപടികൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 3-4 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്നും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ മറുപടിയിൽ പറയുക എന്നുള്ളതൊക്കെ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. മർഹബ ബിക്കും ഇലാ ഖനാതി തഅല്ലമുൽ അറബിയ്യ മഅ ഫൈസി. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ സാമ്പത്തികമായി പ്രതീക്ഷിക്കാം, സാമ്പത്തികമായ ഒരു മെച്ചം ഞങ്ങളിൽ നിന്ന് നിനക്കുണ്ടാകും. അപ്പോൾ ഈ ഒരു ആശയം എങ്ങനെയാണ് അറബിയിൽ പറയാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയായാൽ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ എന്നുള്ളതിന് നമ്മൾ ഉമൂർ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഓക്കെ, അംർ എന്ന് പറഞ്ഞ കാര്യം, അതിൻ്റെ ബഹുവചനമാണ് ഉമൂർ. അപ്പോൾ അൽ ഉമൂർ കാര്യങ്ങൾ. ഇനി കാര്യങ്ങൾ ശരിയായാൽ എന്ന അർത്ഥത്തിൽ നമുക്ക് ശരിയാവുക അല്ലെങ്കിൽ മെച്ചപ്പെടുക എന്ന അർത്ഥത്തിലേക്ക് നമുക്ക് മദ്ബൂത്ത് എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് പറയാമല്ലോ, മദ്ബൂത്ത് അല്ലെങ്കിൽ ത്വയ്യിബ് എന്ന വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദാ സ്വാറത്തിൽ ഉമൂർ മദ്ബൂത്ത്, ഇദാ സ്വാറത്തിൽ ഉമൂർ മദ്ബൂത്ത് അല്ലെങ്കിൽ ഇദാ സ്വാറത്തിൽ ഉമൂർ ത്വയ്യിബ്. കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞാൽ, ഒരു നല്ല രീതിയിലായി കഴിഞ്ഞാൽ, ഇദാ സ്വാറത്തിൽ ഉമൂർ മദ്ബൂത്ത്, എന്ത് ചെയ്യാൻ നിനക്ക് ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷ, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ. അപ്പോൾ പ്രതീക്ഷിക്കുക എന്നുള്ളതിന് തുവഗ്ഗ എന്ന് പറയാം. തുവഗ്ഗ നീ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്നർത്ഥത്തിലാണ്. തുവഗ്ഗ അൽ ഫുലൂസ് മിന്ന, തുവഗ്ഗ അൽ ഫുലൂസ് മിന്ന, ഞങ്ങളിൽ നിന്ന് പൈസ നിനക്ക് പ്രതീക്ഷിക്കാം എന്നർത്ഥത്തിലാണ് അത്. തുവഗ്ഗ അൽ ഫുലൂസ് മിന്ന, ഞങ്ങളിൽ നിന്ന് നിനക്ക് ക്യാഷ് പ്രതീക്ഷിക്കാം എന്നർത്ഥത്തിൽ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, ഞാത്തീക്കൽ ഫുലൂസ് എന്ന് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാം. ഞാത്തീക്കൽ ഫുലൂസ്, ഞങ്ങൾ നിനക്ക് പൈസ തരാം. അപ്പോൾ ഇതാ സ്വാർത്ഥത്തിൽ ഉമൂർ മദ്ബൂത്ത്, കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഞാത്തീക്കൽ ഫുലൂസ്, നിനക്ക് ഞങ്ങൾ ക്യാഷ് തരാം. അല്ലെങ്കിൽ ഇതാ സ്വാർത്ഥത്തിൽ ഉമൂർ മദ്ബൂത്ത് തുവഗ്ഗ അൽ ഫുലൂസ് മിന്ന, ഞങ്ങളിൽ നിന്ന് നിനക്ക് പണം പ്രതീക്ഷിക്കാം എന്നൊരു ഈ രണ്ട് രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്കത് പറയാം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരും കൂടി പൈസ ഇട്ടാലേ കുറച്ചുകൂടി പ്രതിബദ്ധത അവർക്ക് ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുന്ന എന്തെങ്കിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊരു സംശയമാകാം. അപ്പോൾ രണ്ട് കൂട്ടരും ഒരേപോലെ പൈസ ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ ഉത്തരവാദിത്വവും അതിന് സീരിയസ്നെസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് മറ്റേ പറയണം. അപ്പോൾ അതും അറബിയിൽ പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബിസിനസ് എന്നുള്ളതിന് മഷ്റൂ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അമൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ തിജാറ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മഷ്റൂ എന്ന വാക്കാണ് പിന്നെ ഞാൻ ഈ ഒരു സംഗതി അറബി സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്ക് മഷ്റൂ എന്നുള്ളത്. ശരി, ഇനി പാർട്ട്ണർ എന്നൊരു വാക്കുണ്ട്, അതിന് ശരീക്ക് എന്നാണ് അറബിയിൽ പറയാം. ഷുറക്കാ എന്ന് അതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ അവർ ഈ ഒരു ബിസിനസ്സിൽ അവർ പിന്നെ പൈസ ഇട്ട് പാർട്ട്ണറായി കഴിഞ്ഞാലാണ് കുറച്ചുകൂടി ഉത്തരവാദിത്വം അവർക്ക് ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ എന്ന ഒരു ആശയത്തിലാണ് അതിൻ്റെ ഒരു അറബിയിലേക്ക് ആക്കി തന്നത്. അപ്പോൾ അതെങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇദാ ഷാറഖു ഫിൽ മഷ്റൂ ബിൽ ഫുലൂസ്, ഇദാ ഷാറഖു ഫിൽ മഷ്റൂ ബിൽ ഫുലൂസ്, അവർ ക്യാഷ് കൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ അവർ പാർട്ട്ണറായി കഴിഞ്ഞാൽ ബിക്കും മസ്ഊലീൻ അക്സർ, അവർ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാകും എന്നാണ്. അപ്പോൾ എങ്ങനെയാണ്, ഇദാ ഷാറഖു ഫിൽ മഷ്റൂ ബിൽ ഫുലൂസ്, ക്യാഷ് കൊണ്ട് അവർ ഇതിൽ പാർട്ട്ണറായി കഴിഞ്ഞാൽ, അതിൽ ഇതിലവർ ക്യാഷ് ഇട്ട് പാർട്ട്നേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ബിക്കും മസ്ഊലീൻ അക്സർ, ബിഖുൻ മസ്ഊലീൻ, മസ്ഊൽ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ എന്നാണ്, റെസ്പോൺസിബിൾ പേഴ്സൺ എന്നർത്ഥം. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. ബിഖുൻ മസ്ഊലീൻ ബഹുവചനമാണ് ഉപയോഗിച്ചത്. അപ്പോൾ അവർ പിന്നെ ഉത്തരവാദിത്വമുള്ളവരാകും. ബിഖുൻ മസ്ഊലീൻ അക്സർ, അവർ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാകും. അപ്പോൾ ഇദാ ഷാറഖു ഫിൽ മഷ്റൂ ബിൽ ഫുലൂസ് ബിഖുൻ മസ്ഊലീൻ അക്സർ. ഇനി അടുത്ത ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോൾ വരണം എന്ന് അറബിയിൽ എങ്ങനെ പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോൾ വരണം എന്നുള്ളത് ഇപ്പോൾ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ വെൻ ഷുഡ് ഐ കം എന്നാണ് ചോദിക്കുക. അപ്പോൾ അത് അറബിയിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ലാസിം എന്ന വാക്ക് വെച്ചിട്ടാണ് അത് പറയാം. ഓക്കെ, അപ്പോൾ എപ്പോൾ എന്നുള്ളതിന് നമുക്കറിയാലോ, മെത്ത എന്നാണ് പറയാം. മത്ത എന്ന് പറയരുത്. ഓക്കെ, മെത്ത. ഓക്കെ, മെത്ത ലാസിം അജി, ഞാൻ എപ്പോഴാണ് വരേണ്ടത് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, മെത്ത ലാസിം അജി. ഓക്കെ, ഇനി ഞാൻ നിൻ്റെ അടുത്ത് എപ്പോഴാണ് വരേണ്ടത് എങ്ങനെ ചോദിക്കും, മെത്ത ലാസിം അജീഖ്, ഞാൻ നിൻ്റെ അടുത്ത് എപ്പോഴാണ് വരേണ്ടത്, മെത്ത ലാസിം അജീഖ്.
ഇനി ഞാൻ ഓഫീസിൽ എപ്പോഴാണ് വരേണ്ടത് എന്നുള്ളതിനെ എങ്ങനെ ചോദിക്കുക? മതലാസിം അജി അൽ മക്തബ്, മതലാസിം അജി അൽ മക്തബ് എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി അജി എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നു എന്നാണ്. അപ്പോൾ ആ അജി എന്ന വാക്കിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്കാണ് അക്കൂൻ എന്നുള്ളത്. അക്കൂൻ, നമുക്ക് കാന എന്നുള്ളൊരു വാക്ക് നമുക്കറിയാലോ, അതായത് ആയിരുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കാൻ എന്നുള്ളത്, കാന. അപ്പോൾ ഓക്കെ, അപ്പോൾ പിന്നെ എന്താണ്, എപ്പോൾ വരണം എന്നുള്ളതിന് അക്കൂൻ എന്ന വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിന് അജി എന്നതിന് പകരം എന്ത് ചെയ്യാം? മതലാസിം അക്കൂൻ അൽ മക്തബ്, ഞാൻ ഓഫീസിൽ എപ്പോഴാണ് ഉണ്ടാവേണ്ടത് എന്ന അർത്ഥത്തിൽ. മതലാസിം അക്കൂൻ അൽ മക്തബ്, ഞാൻ ഓഫീസിൽ എപ്പോഴാണ് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ മതലാസിം അക്കൂൻ ഹിനാക്ക്, ഞാൻ അവിടെ എപ്പോഴാണ് ഉണ്ടാകേണ്ടത് എന്ന അർത്ഥത്തിൽ അത് അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യാം, നമുക്കത് പറയാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ വെറുതെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് 5Gയുടെ യൂട്യൂബ് ചാനൽ കണ്ടത് എന്നെങ്ങനെയാണ് അറബിയിൽ പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കമൻ്റായിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് അറബിയിൽ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ശരി, അപ്പോൾ ഞാൻ ചുമ്മാ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് ദൗവറ എന്ന വാക്ക് ഉപയോഗിക്കാം, ദൗവറ. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്ന അർത്ഥത്തിൽ എന്ത് ചെയ്യും? ഉദൗവിർ എന്ന് പറയും, ഉദൗവിർ. ശരി, ഞാൻ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അനബസ് ഉദൗവിർ, അനബസ് ഉദൗവിർ, ഞാൻ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇനി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ കുന്ത് ബസ് ഉദൗവിർ, കുന്ത് അല്ലെങ്കിൽ കിന്ത് ബസ് ഉദൗവിർ, ഞാൻ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ത്? യൂട്യൂബ്, അൽ യൂട്യൂബ്. ഓക്കെ, കുന്ത് ബസ് ഉദൗവിർ അൽ യൂട്യൂബ്, ഞാൻ യൂട്യൂബ് ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇദൻ അന ശുഫ്ത് ഖനാത്ത് ഫൈസി, ഇദൻ അന ശുഫ്ത് ഖനാത്ത് ഫൈസി. ഈ ഇദൻ എന്ന വാക്ക് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ എന്താണ് അതിൻ്റെ അർത്ഥം വരിക, അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ മുമ്പ് ഞാൻ ഒരു വീഡിയോ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ കുൻതുബ സുദവിർ അൽ യൂട്യൂബ്, ഞാൻ ചുമ്മാ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇദൻ അനശുഫ്ത് ഖനാത്ത് ഫൈസി, ഇദൻ അനശുഫ്ത് ഖനാത്ത് ഫൈസി, ഞാൻ ആ സമയത്ത് 5Gയുടെ ചാനൽ കണ്ടു എന്നാണ്. ഖനാത്ത് എന്ന് പറഞ്ഞാൽ ചാനൽ. അപ്പോൾ ഇദൻ അനശുഫ്ത് ഖനാത്ത് ഫൈസി എന്നാണ് അത് പറയാൻ പറ്റുക. ഇനി അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ കാർഡ് കൊടുക്കുന്നതിന് പകരം ഞാൻ എൻ്റെ കാർഡ് അവന് കൊടുത്തു എന്നിങ്ങനെയാണ് പറയാം. അപ്പോൾ ഈ കാർഡ് എന്നുള്ളതിന് ബതാഗ എന്ന് പറയാം, ബതാഗ. ഓക്കെ, ബതാഗ എന്നാണ് ശരിക്കും പറയുക. ഇവരെ സംസാരിക്കുമ്പോൾ ബതാഗ എന്ന് പറയാം, ബതാഗ. ഓക്കെ, ബതാഗ, അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, എൻ്റെ കാർഡ് എന്നുള്ളതിന് ബതാഗതി എന്ന് പറയാം, ബതാഗതി, ബതാഗതി. ഓക്കെ, നിൻ്റെ കാർഡ് എന്നുള്ളതിന് ബതാഗത്തക്, ബതാഗത്തക്. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുത്തു എന്നുള്ളതിന് അന അഅ്തൈത് എന്നാണ് പറയുക, അന അഅ്തൈത്. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തു നൽകി എന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ വാക്കും അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളൊക്കെ ഞാനൊരു എക്സ്ക്ലൂസീവായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി കാണാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ അവന് കൊടുത്തു എന്ന് പറയുമ്പോൾ അന അഅ്തൈത, അന അഅ്തൈത. അപ്പോൾ അന അഅ്തൈത ബതാഗതി, ഞാൻ എൻ്റെ കാർഡ് അവന് കൊടുത്തു എന്നായി. ഓക്കെ, നിൻ്റെ കാർഡിന് പകരം എന്ന് പറയണം. പകരം എന്നുള്ളതിന് ബദൽ എന്ന വാക്കാണ് ഉപയോഗിക്കുക, ബദൽ. ഓക്കെ, അപ്പോൾ നിൻ്റെ കാർഡിന് പകരം ബദല്ലി ബതാഗതക്, ബദല്ലി ബതാഗതക്. ഓക്കെ, അപ്പോൾ അന അഅ്തൈത ബതാഗതി ബദല്ലി ബതാഗതക്, അന അഅ്തൈത ബതാഗതി, എൻ്റെ കാർഡ് ഞാൻ അവന് കൊടുത്തു, ബദല്ലി ബതാഗതക്, നിൻ്റെ കാർഡിന് പകരമായി. ഇങ്ങനെയാണത് പറയാം. ഓക്കെ, അപ്പോൾ 3-4 ചോദ്യങ്ങളാണ് നമ്മളതിൻ്റെ അറബി നമ്മൾ മനസ്സിലാക്കിയത്, എങ്ങനെ ഇത് പറയണമെന്നുള്ളത് കൊളോക്കിയലായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. മഅസ്സലാമ.